ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നത് എന്താ അടിപൊളി ഒരു വീടെന്ന് വെച്ചാൽ അടിപൊളി ഒരു വീടുണ്ട്. ഫ്രണ്ടിൽ തന്നെ ഒരു പുൽത്തകിടി കാര്യങ്ങളുണ്ട്. ഇവിടെ നല്ല ഇഷ്ടം പോലെ മാങ്ങ ഉണ്ടാകുന്ന ഒരു മാവുണ്ട്. പിന്നെ അതിന്റെ താഴെ തന്നെ ഒരു കിണറുണ്ട്. വറ്റാത്ത വെള്ളമാണ്, എത്ര വേനലായാലും പറ്റൂല. ബാക്കിൽ വേറെ ഇതിനേലും വലിയൊരു കിണറുണ്ട്. പിന്നെ കണ്ടത് ഈ കാണുന്ന അടിപൊളി ഒരു വീടും 5 അറ്റാച്ച്ഡ് ബെഡ്റൂമുള്ള വീടാണ്. ഇതിന്റെ ഓണർ വിദേശത്തെ സ്ഥിരതാമസമാണ്. അപ്പൊ ഇത് വെറുതെ തുച്ഛമായ വിലക്ക് കൊടുക്കണേണ്. കാരണം ഇത് നോക്കാൻ ആളില്ല. കാരണം ഒരു അപ്പനും അമ്മയൊക്കെ വേറെ ഇത്തിരി ദൂരെയാണ് താമസിക്കണം. അപ്പൊ അവർക്ക് വന്ന് നോക്കാനുള്ള ഒരു ബുദ്ധിമുട്ടൊക്കെ കാരണമാണ്. വീടിന്റെ ഫ്രണ്ടിലെങ്കിൽ ഇഷ്ടം പോലെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. 2 കാറ് പാർക്ക് ചെയ്യാനുള്ള കാർ പോർച്ചുണ്ട്. അപ്പൊ എല്ലാവരും ഈ വീടിന് ലൈക്ക് അടിച്ച ശേഷം വീഡിയോ കാണാൻ ശ്രമിക്കാട്ടാ. ഇതൊരു റിക്വസ്റ്റ് ആണേ. ഇതൊരു തേക്കാണ്ട്. ഇവിടെ 2-3 വലിയ തേക്ക് നിൽപ്പുണ്ട്. ഇഷ്ടം പോലെ ജാതി, പ്ലാവ്, ഞാൻ എല്ലാം നിങ്ങളെ കാണിച്ചു തരാം. അപ്പൊ എല്ലാവരും ലൈക്ക് അടിച്ച ശേഷം വീഡിയോ കാണുക. അതുപോലെ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കാരണം കേരളത്തിലെവിടെയും യാതൊരു ബ്രോക്കർ കമ്മീഷനിലാണെങ്കിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ കണ്ട് നിങ്ങൾ വീഡിയോ വാങ്ങിക്കണമെങ്കിൽ 1 രൂപ പോലും ബ്രോക്കർ കമ്മീഷൻ കൊടുക്കണ്ട. അങ്ങനെ ജാതിക്കൊക്കെ ഉണ്ടാക്കിക്കണ്ട, ഇഷ്ടം പോലെ ജാതിക്ക ഉണ്ടാക്കിക്കണ്ട. വീടിന്റെ ബാക്കൊക്കെ ഉണ്ടാ എന്തായാലും നീറ്റ് ആൻഡ് ക്ലീൻ നോക്കി. ഇനി പുറത്താണെങ്കിൽ ഡ്രൈവർക്ക് താമസിക്കാൻ വേണ്ടിയുള്ള ഈ റൂം ഉണ്ടാ ഇഷ്ടം പോലെ ജാതിക്ക കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഡ്രൈവർക്ക് താമസിക്കാനുള്ള റൂമാണത്. പിന്നെ വാഴയുണ്ട്, അത്യാവശ്യം കൃഷി എല്ലാവരും ഉണ്ട് ഇവിടെ. അതൊക്കെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഇത് നോക്കാൻ വേണ്ടി ഒരാളെ നിർത്തിയിട്ടുണ്ട്. ഞാൻ ഈ വീടിന്റെ അകത്തെ കാഴ്ചകളെ കാണിച്ചു തരാം. അത്രയും സൗകര്യമുള്ളൊരു വീടാണ്. അതും വെറുതെ തുച്ഛമായ വിലക്ക് കൊടുക്കണേണ്. കാരണം നോക്കാനല്ലാത്ത കാരണം ഇപ്പൊ തന്നെ ഇത് നോക്കാൻ വേണ്ടി ഒരാളെ നിർത്തിയേക്കണേണ്. ഇവിടെ ഈ ജാതിയും കാര്യങ്ങളും എല്ലാം ഉള്ളത് കാരണം പിന്നെ ഇത്രയും വലിയൊരു വീട് പൂട്ടിയിട്ടൊന്നും പോകാനും പറ്റൂല. ചക്കയൊക്കെ ഉണ്ടാക്കി കിടക്കണ്ട. മുകളിലൊക്കെ ഇഷ്ടം പോലെ ഒക്കെ ഉണ്ടാക്കി കിടപ്പുണ്ട്. നല്ല വലിപ്പമുള്ള ഒക്കെയാണ് കണ്ടതേ. ഇവിടെയും കണ്ട വേറെ അടുത്ത പ്ലാവ്, ഇതുമേലും ഉണ്ട് ഇഷ്ടം പോലെ ചക്കയും കാര്യങ്ങളൊക്കെ. അതായത് നമുക്ക് ഫലവൃക്ഷങ്ങളൊക്കെ ആവശ്യത്തിനുള്ള ഒരു പറമ്പാണ്. 43 സെന്റ് സ്ഥലമുണ്ട്. ഞാനിപ്പോ ഈ പറമ്പിലോട്ട് പോയിട്ട് കാണിച്ചു തരാം. ഇവിടെ ഞാൻ പറഞ്ഞ വലിയൊരു കിണറാണെന്ന് പറഞ്ഞത്. അതായത് സ്റ്റോർ റൂമാണ്. നിങ്ങൾക്ക് പറമ്പിലെ പണി സാധനങ്ങളും കാര്യങ്ങളൊക്കെ വെക്കാനുള്ള ഒരു സ്റ്റോർ റൂം. ഈ കിണർ നിങ്ങൾ കണ്ടോട്ടാ. ഇതിനകത്ത് വെള്ളം കണ്ടോ? ഇത്രയും വലിയ കിണറാണ്. കണ്ടാ കണ്ണീര് പോലത്തെ വെള്ളമാണ്. നല്ല തെളിഞ്ഞ വെള്ളം, ഒരിക്കലും പറ്റാത്തൊരു കിണർ. അപ്പോൾ വെള്ളത്തിനൊന്നും യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ല. പിന്നെ വാഴക്കൃഷിയുണ്ട്, ഇഷ്ടംപോലെ ജാതിയുണ്ട്. ഈ ജാതി എല്ലാവരും കായ്ക്കണ ജാതിയാണ്. അപ്പോൾ അതായത് ഒരു ചെറിയ വരുമാനമൊക്കെ ഉള്ള ഒരു പറമ്പാണെന്ന് തന്നെ പറയാത്. കണ്ടാ വാഴ നട്ടിട്ടുണ്ട്. പിന്നെ അപ്പുറത്ത് കപ്പയും കാര്യങ്ങള് അങ്ങനെയുള്ള കൃഷിയൊക്കെ ഉണ്ട്. ഇതൊക്കെ ചെയ്യാൻ വേണ്ടി ഇവിടെ ഒരാളെ നിർത്തിയേക്കണേ. ഇവിടെ പിന്നെ വെള്ളം കയറും അങ്ങനെയുള്ള പേടിയൊന്നും വേണ്ട. ഇത് ഒരു കാരണവശാലും വെള്ളം കയറാത്തൊരു പറമ്പാണിത്. അത്രയും പൊക്കത്തിലാണിത്. കണ്ടാ ഇവിടെ നിങ്ങളുടെ താഴ്ചയാണ്. അങ്ങോട്ട് വീട് മാത്രം പൊങ്ങിയിരിക്കണ്ട. ഇതൊരു പ്ലാവാണ്. ഇഷ്ടംപോലെ ചക്കയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ മാവ്, മംഗോസ്തി, അങ്ങനെ അത്യാവശ്യം എല്ലാ സെറ്റപ്പുള്ളൊരു വീടാണിത്. അപ്പോൾ ലൈക്ക് അടിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ലൈക്ക് അടിച്ചേക്കണേ. കാരണം ഇതൊക്കെ അന്വേഷിച്ച് കൊണ്ടുവരുമ്പോൾ നിങ്ങളുടെ ലൈക്ക് കിട്ടുമ്പോഴൊക്കെ ഒരു സന്തോഷമുള്ളതാണ്. ഇനിയിപ്പോൾ നമുക്ക് വീടിൻ്റെ അകത്തോട്ട് പോവാം. ഇനി അകത്തെ കാഴ്ചകളാണ് നമുക്ക്. വീടിൻ്റെ അകത്തെ സെറ്റപ്പ് വേണ്ട നിങ്ങൾക്ക്. കാരണം ഒരു പറമ്പ് ഇപ്പൊ കണ്ടില്ലേ, നീറ്റ് ആൻഡ് ക്ലീൻ ആക്കിയിട്ടേക്കുന്ന ഒരു പറമ്പാണ്. ഇതാ 2 കാറിടാൻ പറ്റിയ പോർച്ചാണിത്. വീട്ടിലോട്ട് വന്ന വഴി, അതും മെയിൻ ഹൈവേന്ന് ഏകദേശം ഒരു 1 കിലോമീറ്ററേ ഉള്ളൂ ഈ വീട്ടിലോട്ട്. അതും ടാർ റോഡ് ഫ്രണ്ടേജാണ്. നമുക്ക് വീടിന്റെ അകത്തോട്ട് കയറാം. വീടിന്റെ സിറ്റ് ഔട്ടിന്റെ ഒക്കെ ഒരു ലുക്ക് നോക്കി. എല്ലാം നല്ല നീറ്റ് ഉണ്ട്. കാരണം ഇത് എല്ലാ വർഷവും പെയിന്റ് അടിക്കും. ഇത് അഴുക്കായിട്ട് പെയിന്റ് അടിക്കണല്ല, എന്നാലും അവർ എല്ലാ വർഷവും പെയിന്റ് അടിച്ചാൽ സെറ്റപ്പ് ആക്കിയിടും. ഇതാണ് നിങ്ങളുടെ കയറി വരുമ്പോൾ ഒരു ലിവിങ് ഏരിയ ആണിത്. ഇനി മെയിൻ ലിവിങ് ഏരിയന്റെ തൊട്ട് സൈഡിലുണ്ട്. കണ്ടാ ഇതിന്റെ ഒരു ലുക്ക് തന്നെ നോക്കി. നല്ല സെറ്റപ്പായിട്ട് പണിത് ഫിനിഷ് ചെയ്തേക്കുന്ന ഒരു വീടാണിത്. ഇത് കണ്ട ഇവിടത്തേക്ക് ലുക്ക് നോക്കി. ഇതൊക്കെ അറേഞ്ച് ചെയ്തേക്കുന്ന ഒരു സെറ്റപ്പ് കണ്ട. കാണാൻ തന്നെ എന്ത് ലുക്കാണ് നോക്കി. ഇനി നിങ്ങളുടെ മെയിൻ ലിവിങ് ഏരിയ കാണിച്ചു തരാം. ഇതാണ് നിങ്ങളുടെ മെയിൻ ലിവിങ് ഏരിയ. ഗസ്റ്റും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഇരിക്കാനുള്ള ഒരു സെറ്റപ്പാണത്. ഇതിന്റെ ഒരു സൗകര്യം നോക്കി. ഇതിന്റെ ഒരു സെറ്റപ്പ് നിങ്ങൾ കണ്ടു നോക്കി. ഇവിടെയാണ് നിങ്ങളുടെ TV സ്പേസ് ഒക്കെ കൊടുത്തേക്കണം. നിങ്ങൾക്ക് TV ഒക്കെ കാണാനുള്ളൊരു ഇതൊക്കെ കൊടുത്തേക്കണം. ഈ ഒരു ഏരിയ ഉണ്ട്. ഇവിടെ കുറച്ച് ബബിൾസ് ഒക്കെ വെച്ച് ഒരു ചെടിയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കണ്ട എല്ലാവരും
നല്ല ലുക്കിൽ ഫിനിഷ് ചെയ്തേക്കാണ്. കാരണം നല്ലോണം പൈസ മുടക്കിയിട്ടുള്ള ഒരു വീടാണ്. ഇത് നിങ്ങൾ ടി വി ഏരിയ. ഈ ടി വി മാത്രം ഇത്തിരി ചെറുതായി പോകുന്ന എനിക്ക് തോന്നുന്നു. ഇത്തിരി വലിയ ടി വി മേടിച്ച് വെക്കണം ഇവിടെ. ഇത് നിങ്ങൾ വാങ്ങിക്കുമ്പോൾ വാങ്ങിച്ചു വെച്ചാൽ മതി. കണ്ടത് ഇവിടെ ഒരു ആനയുടെ പ്രതിമയൊക്കെ വെച്ചിട്ടുണ്ട്. നിങ്ങൾ ഡൈനിങ് ഏരിയയുടെയൊക്കെ ഒരു വലിപ്പം കണ്ട. അത്യാവശ്യം നല്ല സൗകര്യമുള്ള ഡൈനിങ് ഏരിയ. അതും സീലിംഗ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. പക്ഷെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വീടിന് എനിക്ക് നിസ്സാര പൈസ ചോദിക്കുന്നുള്ളു. അത്രയും വില പറഞ്ഞത്. നിങ്ങളുടെ കിച്ചൻ്റെ ഒക്കെ ഒരു സെറ്റപ്പ് വേണ്ട. നല്ല വലിയ കിച്ചണാണ്. ആ ഒരു കിച്ചണല്ല കേട്ടാ, ഇനിയുമുണ്ട്. ഇതാണ് നിങ്ങളുടെ മെയിൻ കിച്ചൺ. ഇവിടെ പാൻറ്റും കാര്യങ്ങളൊക്കെ പിടിപ്പിച്ച് നല്ല സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. ഇവിടെ ഫ്രിഡ്ജും കാര്യങ്ങളൊക്കെ അപ്പുറത്ത് വേറെ ഇരിപ്പുണ്ടോ. കാരണം കണ്ട, ഇത് നിങ്ങളുടെ സെക്കൻഡ് കിച്ചണാണ്. ഇവിടെ ഒരു സർവൻറ്റ് ബാത്റൂം ഉണ്ട്. സർവൻറ്റിനുള്ള ഒരു ബാത്റൂം ഉണ്ട്. ഇത് നിങ്ങളുടെ സെക്കൻഡ് കിച്ചണാണ്. ഈ കഴുകാനും പിടിക്കാനും ഉള്ള ഒരു സെറ്റപ്പിലുള്ള. ഇവിടെയും നല്ല സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. കണ്ട, ഇത് സർവൻറ്റ് ബാത്റൂമാണ്, സർവൻറ്റിന് ഉപയോഗിക്കാനുള്ളത്. പിന്നെ ഇവിടെ ഒരു വർക്കിംഗ് സ്പേസ് അത് കൊടുത്തിട്ടുണ്ട്. കണ്ട, ഇവിടെ ഇത്തരം സെറ്റപ്പാണ്. ഇവിടെ തീ കത്തിക്കാനുള്ള അടപ്പ് കാര്യങ്ങൾ അങ്ങനെയുള്ള സെറ്റപ്പൊക്കെ അവിടെയും ഉണ്ട്. പിന്നെ പുറത്തോട്ടുള്ളത് ഇതെല്ലാം നിങ്ങൾ നേരിട്ട് വന്ന് കാണണം. കാരണം എല്ലാ സൗകര്യമുള്ളൊരു വീടാണ്. ഇനി ഇവിടുത്തെ നിങ്ങളുടെ വാഷ് ഏരിയയിൽ കാണണം. നമ്മുടെ ഡൈനിങ് ഹാളിൽ നിന്നുള്ള വാഷ് കൗണ്ടർ ഏരിയയിൽ കാണുന്നുണ്ട്. അതും നല്ല സെറ്റപ്പായിട്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ബെഡ്റൂം പോയി കാണണം. ഇതിൻ്റെ ബെഡ്റൂമിന് പോയി കാണാം. ഇതാണ് ഇതിൻ്റെ താഴത്തെ നിലയിലൊരു ബെഡ്റൂമാണ്. ബെഡ്റൂമിൻ്റെയൊക്കെ വലിപ്പം കണ്ടോട്ട് നിങ്ങൾ കണ്ടോ. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബെഡ്റൂം. അതേകൂടെ തന്നെ കബോർഡ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് ഉള്ള കബോർഡ് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു ഡ്രസ്സിങ് ഏരിയ ഉണ്ട്. ഇവിടെ ലൈറ്റില്ല കാരണം ഇത് ഉപയോഗിക്കാണ്ടിരിക്കാന്ന് പറഞ്ഞേ. കാരണം ഈ വീട്ടിൽ ആൾ താമസം ഇല്ലാത്ത കാരണം ഇങ്ങനെ കിടക്കണം. അതിനകത്ത് ഇപ്പം ലൈറ്റ് ഇട്ട്. ഇതാണ് ബാത്റൂമൊക്കെ അത്യാവശ്യം വലിപ്പമുള്ളു. അങ്ങനെ ഓവർ വലിപ്പമൊന്നുമില്ല. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലത്തെ നില കാണാം. താഴത്തെ നിലയിൽ ഒരു ബെഡ്റൂമേ ഉള്ളൂ കേട്ടോ. മുകളിലത്തെ നിലയിലാണ് 4 ബെഡ്റൂം ഉള്ളത്. താഴത്തെ നിലയിൽ അത്രയും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം അവിടെ ഒറ്റ ബെഡ്റൂമേ ഉള്ളൂ. ബാക്കി 4 ബെഡ്റൂം മുകളിലാണുള്ളത്. പിന്നെ വലിയൊരു ബാൽക്കണി ഉണ്ട്. ഈ വീടിൻ്റെ ബാൽക്കണി ഉണ്ടോ. ബാൽക്കണിയൊക്കെ വൻ സെറ്റപ്പ് ഉള്ളൊരു ബാൽക്കണിയാണ്. അങ്ങനെ എല്ലാ ഭാഗവും കാണാം. അതിൻ്റെ ചുറ്റിനുള്ള വീടുകൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം നല്ല പോഷ് വീടുകളാണ്. ഈ വീടിൻ്റെ ലൊക്കേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊടകരയാണ്. ചാലക്കുടി കഴിഞ്ഞിട്ട് കൊടകര, തൃശ്ശൂർ ജില്ലയാണ്. കൊടകര ടൗണിൽ നിന്ന് 1 കിലോമീറ്ററേ ഉള്ളൂ ഈ വീട്ടിലോട്ട്. അപ്പൊ ഈ വീടിന് ചോദിക്കണ വില എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1,90,00,000 രൂപയാണ് ചോദിക്കണം. അതായത് ഇവിടെ സ്ഥലത്തിന് തന്നെ 4 ലക്ഷം രൂപ സെന്റിന് വിലയുണ്ട്. അപ്പൊ 4 ലക്ഷം രൂപ നമുക്ക് കണക്കൂട്ടി നോക്കുമ്പോൾ തന്നെ 1,70,000. അപ്പൊ ഈ വീടിന് ഇട്ടേക്കണ വില ഏകദേശം 20 ലക്ഷം രൂപയാണ് ഇത്രയും വലിയ വീടിന്. ഇതാണ് ഒരു ബെഡ്റൂം. ഒരേ ബെഡ്റൂമായിട്ട് നമുക്ക് കാണാട്ടോ. ഇത് അടച്ചിട്ടേക്കണാറാണ്, തുറക്കാൻ പറ്റുന്നില്ല. ഇതൊരു ബാത്റൂമാണ്. എനിക്ക് പറഞ്ഞാൽ അപ്പുറത്തെ റൂമിന് ഇതിനും കൂടി ഒരൊറ്റ ബാത്റൂമാണെന്നുണ്ട്. അതായിരിക്കും അങ്ങനെ. ഇവിടെ ഒരു കബോർഡ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂം വേണം. ഇതും നല്ല അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ഏകദേശം 5000 സ്ക്വയർ ഫീറ്റ് വീടാണിത്. ഇവിടെയും ഉണ്ട് ഒരു വലിയ ബെഡ്റൂം. ഇപ്പൊ രണ്ടാമത്തെ ബെഡ്റൂമാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കണം. ഇനിയിപ്പോ ഇതിന്റെ ബാത്റൂം ഇവിടെയും ഒരു ഡ്രസ്സിംഗ് ടേബിളും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാറുണ്ട്. ശരിയാണ്ട് അപ്പുറത്തെ ബെഡ്റൂമിന് ഇതിനും കൂടി വേണ്ട ഒരു ഡോറ് അവിടെ വെച്ചാൽ ആ ഡോറ് അകത്തുനിന്ന് പൂട്ടിയേക്കണേണ്. ഈ 2 ബെഡ്റൂമിനും കൂടി ഒരു ബാത്റൂമാണ് ഉള്ളത്. ഇനി മൂന്നാമത്തെ ബെഡ്റൂം. ഇതും അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബെഡ്റൂമാണ്. അത്യാവശ്യം കബോർഡ് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യുന്നതാണ്. എല്ലാം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണെന്നുള്ളത്. ഇതിന്റെ ബാത്റൂം ഇതിനൊക്കെ സെപ്പറേറ്റ് ബാത്റൂമാണ്. ആ ഒരു ബെഡ്റൂമിന് മാത്രം, ആ 2 ബെഡ്റൂമിന് മാത്രമുള്ള ഒരൊറ്റ ബാത്റൂം കൊടുത്തേക്കണം. ഇനിയിപ്പോ നമുക്ക് ഇതിന്റെ 4ാമത്തെ ബെഡ്റൂമിൽ കാണാം. ഇതിൻ്റെ അകത്ത് ബൾബൊക്കെ പോയി കിടക്കുന്നുണ്ട്. കാരണം ഇതൊക്കെ ഉപയോഗിക്കാണ്ടിട്ടേ സ്വിച്ച് ഇട്ടിട്ടും വർക്ക് ചെയ്യാനുള്ള കത്തി അത്യാവശ്യം നല്ല ഗ്ലാസ് പാർട്ടീഷനൊക്കെ ചെയ്തേക്കുന്ന ഒരു ബാത്റൂമാണിത്. വെറ്റ് ഏരിയ ഡ്രൈ ഏരിയ കൊടുത്തിട്ടേ ഹീറ്റർ കാര്യങ്ങൾ അങ്ങനെയുള്ള സെറ്റപ്പ് എല്ലാം ഉണ്ട്. ഇനിയിപ്പോ നമുക്ക് 4ാമത്തെ ബെഡ്റൂം.
ഇതാണ് ഈ വീടിന്റെ 4ാമത്തെ ബെഡ്റൂം. ഇതും അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബെഡ്റൂമും കാര്യങ്ങളൊക്കെയാണ്. ഇതിനും നല്ല സ്റ്റോറേജ് സ്പേസ് ഉള്ള കബോർഡ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇതും അറ്റാച്ച്ഡ് ബെഡ്റൂമാണ്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബാത്റൂം തന്നെയാണ് ഇതും. അപ്പൊ ഈ വീടിന്റെ ഫുൾ ഡീറ്റെയിലും കാര്യങ്ങളെല്ലാം ഞാൻ ഇതിൻ്റെ അകത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ കേട്ട് കാണുമെന്ന് ഞാൻ കരുതാണ്. ഫുൾ ഡീറ്റെയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ വീട് വാങ്ങാൻ താല്പര്യം ഡിസ്പ്ലേ